ഈ ചൂടത്ത് എനിക്ക് എങ്ങോട്ടും പോകാൻ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഈ 1:30 മണി സമയത്ത് ഞാൻ കൊട്ടുസൂട്ടൊക്കെ ഇട്ടിട്ട് എന്റെ അമ്മേന്റെ വീട്ടിലേക്ക് പോകട്ടോ. എന്തിനാന്നല്ലേ, കാര്യണ്ട്. ഞാൻ അവിടെ എത്തിയപ്പോ എന്റെ ബ്രദേഴ്സ് ഒക്കെ നിഗൂഢമായ ചർച്ചയിലാണ്. അത് മൈൻഡ് ആക്കണ്ട, അവര് നിൽക്കുന്ന സ്ഥലം നോക്കൂ. യെസ്, ഞാവൽ പറിക്കാനായിട്ട് അങ്ങോട്ട് വന്നത്. അപ്പൊ ഒന്നാമത്തെ മരം ഇതാണ്. എന്റെ അമ്മേന്റെ വീട്ടിൽ 2 ഞാവൽ മരം ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ മരം ഇതാണ്. അപ്പൊ ഇതുമ്പോ നല്ലോണം അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയുള്ളത് മനോരമാമന്റെ വീടിന്റെ ബാക്ക് വശത്താണ് കേട്ടോ. അതുമ്പോഴും അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പൊ ഇതാണ് എന്റെ മനോരമാമ. അപ്പൊ പണ്ട് മുതലേ മനോരമാമയാണ് ഞാവൽപ്പഴം പറിക്കുന്നതിന്റെ ഒക്കെ മെയിൻ ആള്. അപ്പൊ മനോരമാമ ഞങ്ങൾക്ക് താഴെ വലയൊക്കെ പിടിക്കുന്നൊക്കെ കാണിച്ചു തന്നിട്ട് പുള്ളി മോളിക്ക് പോയി. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ടോ, ജസ്റ്റ് മോളൊക്കെ കാണാൻ അവിടുന്ന് പറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങളും പുറകെ പോയി. എല്ലാരും വലിയ കയറി എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയതും എനിക്ക് തലകറക്കും, ശരീരമൊക്കെ വിറയ്ക്കുന്ന പോലെ തോന്നിട്ടോ. പിന്നെ ഞാൻ അവിടെ ഒറ്റ ഇരുത്തായിരുന്നു. എനിക്ക് പറിക്കാനും വയ്യ, താഴോട്ട് നോക്കാനും വയ്യ, നിൽക്കാനും വയ്യ. കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കുറെ കാറ്റൊക്കെ കൊണ്ട് ആശ്വസിച്ചിരുന്നു. അതിന്റെ ഇടയ്ക്ക് ലച്ചു എനിക്ക് നല്ല മുഴുത്ത ഞാവൽപ്പഴങ്ങൾ ഇങ്ങനെ പറിച്ചും തരുന്നുണ്ട്. അത് തിന്നുക, കുരുത്ത് തുപ്പുക, ഇതൊക്കെയായിരുന്നു കുറച്ചു നേരത്തെ എന്റെ പരിപാടി. അപ്പൊ എന്റെ നാവ് കണ്ടില്ലേ, നല്ല പർപ്പിൾ കളറായിട്ടുണ്ട്. അതാണ് ഞാവൽപ്പഴത്തിന്റെ പ്രത്യേകത. തിന്നു കഴിഞ്ഞാൽ നാവൊക്കെ ഇതേപോലെ നല്ല കളറായിരിക്കും. മരത്തുനിന്ന് തന്നെ ഇങ്ങനെ പറിച്ച് ഇങ്ങനെ തിന്നുമ്പോ എന്തോ ഒരു രസാലേ, പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പൊ ചിലരൊക്കെ വിചാരിക്കും തിന്നാൻ കിട്ടിയപ്പോൾ മേലുവറയും കൈവറയൊക്കെ നിന്നോന്ന്. ശരിയാണ്, തിന്നാൻ കിട്ടിയാ പിന്നെ അതൊക്കെ ഞാൻ മറക്കും. പിന്നെ അപ്പുറത്ത് കണ്ണനൊക്കെ അവിടെ ഞാവൽപ്പഴത്തിന്റെ കോലയൊക്കെ പറിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മനോരമ അവിടെ കൈകൊണ്ടും തോട്ടികൊണ്ടും ഒക്കെ ഞാവൽ പറിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലച്ചും കൂടി. ലച്ചുനാണെങ്കിൽ ഒരു പേടിയില്ല. ലച്ചു വളരെ കൂളായിട്ട് എന്തി വലിഞ്ഞും കൈകൊണ്ടും കാലുകൊണ്ടും തോട്ടികൊണ്ടും ഒക്കെ പറിക്കുന്നുണ്ട് അവള്. പിന്നെ ഞാൻ അധികം സമയം ഒന്നും അവിടെ നിന്നില്ല. അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോഴും അവര് നന്നായിട്ട് ഞാവൽ പറിക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. താഴത്തെത്തിയിട്ട് മോളിക്ക് നോക്കുമ്പോൾ അവർ പറിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ താഴെ വീണതൊക്കെ പെറുക്കി തിന്നു. പിന്നെ നമ്മൾ അവിടെ വല പിടിച്ചു തിന്നു കേട്ടോ. അപ്പൊ മോളിൽ നിന്ന് മനോരമ ഇങ്ങനെ തോട്ടിയോണ്ട് ഇങ്ങനെ കുലുക്കും. അപ്പൊ ഇങ്ങനെ ഞാവൽപ്പഴങ്ങൾ ഇങ്ങനെ കിറുകിറുകിറിന് വീഴും കേട്ടോ. അപ്പൊ കാണുന്നൊരു സന്തോഷം. അതിൽ മുഴുത്തത് കാണുമ്പോൾ ഞാനും മേമയും അയ്യടത് എനിക്ക് ഇതെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം മുഴുത്തത് തിന്നാൻ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ വലയിൽ വീണതൊക്കെ ഞങ്ങളൊരു പാത്രത്തിലാക്കിട്ടോ. പിന്നെ ഉണ്ണിയും കണ്ണനൊക്കെ നേരിട്ട് പറിച്ച നല്ല മുഴുത്ത ഞാവൽപ്പഴങ്ങൾ ഒരു കവറിലാക്കി കൊണ്ടു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഉണ്ണിയാണെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് തച്ചിരുന്ന് തിന്നാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ താഴത്തെ റോട്ടിക്ക് പോയി. അവിടെ വല പിടിച്ച് നിൽക്കാൻ പറഞ്ഞു. മനോരമാമ എന്നിട്ട് ഇങ്ങനെ തോട്ടിയോണ്ട് ഇങ്ങനെ കുലുക്കി തരാന്ന് പറഞ്ഞോട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാരും വലയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. മനോരമാമ തോട്ടിയോണ്ട് നല്ല കുലുക്കി. കുറെ ഒന്നും ഇല്ല കേട്ടോ, കാരണം ഇവര് തലേദിവസം അതേപോലെ ചെയ്തതാണ്. അപ്പൊ നമ്മളെല്ലാരും തിന്നാണ് നമ്മുടെ നാവിന്റെ ഷോ കാണിക്കായിരുന്നു കേട്ടോ അടുത്തത്. പിന്നെ സെയിം പ്രോസസ് തന്നെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഞാവൽ മരത്തിന്റെ അവിടെ പോയി ചെയ്തിട്ടോ. ഇവരെല്ലാരും വല പിടിക്കുക, മനോരമാമ ഇങ്ങനെ കുലുക്കി കൊടുക്കുക. അങ്ങനെ അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ കിട്ടിയിട്ടോ. വീടിലെ ഏറ്റവും സുന്ദര കുട്ടപ്പന്മാരെ പെറുക്കിയെടുക്കാനായിട്ടോ ഈ കണ്ണനെ കൂടുന്നത്. കാരണം മുഴുത്തേന് തിന്നാനാണ് നല്ല ടേസ്റ്റ്. ഇങ്ങനെ അതിസാഹസികമായിട്ട് പറിക്കുമ്പോൾ നല്ല ഉറുമ്പുകടിയൊക്കെ കിട്ടുട്ടോ. ഇനി നമ്മൾ പാക്ക് ചെയ്യാണ്. അങ്ങനെ ഓരോരുത്തർക്കുള്ള കവറിലൊക്കെ ആക്കി. അപ്പൊ ഈ കവർ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാവല് മാത്രമല്ല, മുരിങ്ങ മരത്തുനിന്ന് മുരിങ്ങേന്റെ ഇലയും മുരിങ്ങക്കായും മനോരമാമ പൊട്ടിച്ചു കേട്ടോ. ലാസ്റ്റ് ആയിട്ട് ഉണ്ണീന്റെയും ആമി ബേബിന്റെയും സർക്കസും കൂടിയും കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.